ഹായ് ഫ്രണ്ട്സ്, ഞാൻ രജിത്ത്. വീണ്ടും ആൻറ്റിക് ടോക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് വലിയ ഇതായിട്ട് നീട്ടുന്നില്ല. ഷോർട്ട് വീഡിയോ ആണ്. ഒരു കോയിൻ്റെ വാല്യൂ ശകലം ഇൻക്രീസ് ആയത്. അപ്പോൾ അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഒരു ₹1 കോയിനാണ്. ₹1 കോയിൻ നമ്മൾ നേരത്തെ എച്ച് മിൻറ്റ് മാർക്കിൻ്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്ന ഓർമ്മ ഉണ്ടായിരിക്കും. ഇപ്പം ₹1 കോയിൻ 1939 1939 ₹1 കോയിൻ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കുക. അതിൻ്റെ വാല്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. 1939 1939 ₹1 കോയിൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. അതിൻ്റെ വില ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 5 lakhs ആണ്, 5 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലെങ്ങാനും അത് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഇനി അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും. ഇതിൻ്റെ പ്രൈസ് താഴ്ന്നു കിടന്ന പ്രൈസാണ്, ഇപ്പം പെട്ടെന്ന് ഇൻക്രീസ് ആയതാണ്. ഇനി അത് മേളിലോട്ട് പോകും. അപ്പോൾ ആ ഒരു കോയിൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കുറച്ച് നേരം മുമ്പ് ഞാൻ ബൈക്കിൽ പോയിട്ട് വന്നപ്പം ഒരു ചെറിയ ജീവി കണ്ണിലേക്ക് പോയി. അതാണ് കണ്ണ് ശകലം പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ എനിക്ക് തോന്നും കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും കണ്ണിനകത്ത് ചെറിയ ചുവപ്പ് നിറമുണ്ട്, കണ്ണിലേക്ക് വന്ന് വീണായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു, എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്? ₹1 കോയിൻ ഇന്ത്യയുടെ ₹1 കോയിൻ 1939 1939 ₹1 കോയിൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുക. അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആണ് 5 ലക്ഷം രൂപ, 5 lakhs rupees. അപ്പം ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഞാൻ ആ കോയിൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഇതിനകത്ത് ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം കോയിൻ. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും പുതിയ ഒരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം നമുക്ക് ഇൻ്റർനാഷണൽ കോയിനുകളും പരിചയപ്പെടണം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിലാണ്, ഞാനൊരു സ്റ്റഡീസിലാണ്. നിങ്ങൾക്ക് തരുമ്പം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഔട്ട്പുട്ട് 100% സത്യമായിട്ടുള്ളതും 100% കറക്റ്റായിട്ടുള്ളതും ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്റ്റഡീസിലാണ്. അപ്പം നമ്മൾ അത് കറക്റ്റായിട്ടുള്ളത് അതിൻ്റെ എല്ലാം റെഫറൻസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇതോടുകൂടി എല്ലാവരും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. നമുക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയാലേ എനിക്ക് കൂടുതൽ മുന്നിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും എനിക്ക് നിങ്ങളുടെ പിന്തുണ തരണം. അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ നമുക്ക് നിർത്താം. എല്ലാവർക്കും